സാധാരണ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതില്ല ഇതില്ല എന്നാണ് നമുക്ക് ഫീൽ ആവുക. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന കസ്റ്റമറാണ്. എന്നിട്ടാണ് അറിഞ്ഞത് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് അല്ലേ, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ. പിന്നെ ഇവിടെ നമുക്കൊരു ചാനലുണ്ട്, കിടിലമണി എന്നാണ് യൂട്യൂബ് ചാനൽ. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതല്ലേ, ഞാൻ നമ്മളതിൽ തന്നെ കുറേ പേര് യൂട്യൂബ് ചെയ്യാൻ വരലുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ആണ് എൻ്റെ അടുത്ത് ഒരു യൂട്യൂബർ പറഞ്ഞ് ഇങ്ങനെ ഒരു കട അറിയൂ ചോദിച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബറിന്റെ പേര് സംഗീത് കുമാർ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നോട് അവർ ചോദിച്ചപ്പോഴാണ് ഞാനത് അടിച്ചു നോക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുമ്പോൾ നമ്മുടെ ഇത്ര അടുത്ത്, എൻ്റെ ഇവിടെ പാഞ്ഞാളാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന അപ്പോൾ ഒരു 15-20 കിലോമീറ്ററോളം. എന്നിട്ട് നമുക്ക് ഈ സംഭവം ഞാൻ വരണം വിചാരിക്കും. നമ്മുടെ ഷോപ്പിൽ ഓരോ തിരക്കും കസ്റ്റമറുടെ ഇതൊഴിഞ്ഞ് ഞാനപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്കൊരു അളവ് എടുക്കാനും ഉണ്ടായിരുന്നു. നമുക്കിവിടെ അടുത്ത് തന്നെ തിരുവിലാമല. അപ്പോൾ അളവ് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങൾ വേണം വിഷുവായിട്ട്. അപ്പം നേരത്തെ വാങ്ങി വെക്കാം, നമുക്ക് ആ സമയമാകുമ്പോൾ തിരക്കാകുമ്പോൾ നടക്കില്ലല്ലോ. ഞാൻ ജസ്റ്റ് നോക്കാച്ചിട്ട് കയറിയതാണ് സംഭവം. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു. അപ്പോൾ നല്ല സർവീസ്, പ്രത്യേകിച്ച് പറയേണ്ട കസ്റ്റമർ സർവീസാണ്. കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അറിയാലോ. പിന്നെ മെയിനായിട്ട് ഇതിലൊരു സ്റ്റോറി പറഞ്ഞാൽ ഞാനും ഒരു 10 വർഷം നമ്മളൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഷോറൂം ഇട്ട ആളാണ്. ഇപ്പോൾ 2 ഷോപ്പായി, നമുക്ക് വർക്ക്ഷോപ്പുണ്ട്, 2 ഷോപ്പായി. പക്ഷെ അതേപോലെ തന്നെ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ വരണമെന്നുണ്ടായിരുന്നു, രാജേട്ടനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ നമ്മൾ ഇവിടെ കേൾവി, സാധാരണ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതില്ല ഇതില്ല എന്നാണ് നമുക്ക് ഫീൽ ആവുക. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് ഇത് കണ്ടപ്പോൾ, നമ്മളിത് പെയ്ഡോ കാര്യങ്ങളല്ല, ഞാൻ പെയ്ഡ് ആഡ് നമ്മുടെ ഷോപ്പിൻ്റെ അല്ലാതെ ഒരു ആഡ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിലത്തെ ഐറ്റങ്ങൾ മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ. പക്ഷെ നമുക്കത് ഫീൽ കണ്ടപ്പോൾ നമ്മുടെ അനുഭവം മറ്റുള്ളവർക്ക് പറയണം തോന്നി. ഹാർഡ് വർക്ക് ഞാൻ കണ്ടിരുന്നു. ബസ് കണ്ടക്ടറായിട്ടും ഇതേപോലത്തെ നമ്മൾ കുറേ വർക്ക് ചെയ്ത്, ഞാൻ ഹെൽപ്പറായി കയറിയ ഒരു ഫർണിച്ചർ ഷോപ്പിൽ 10 വർഷം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു 1200 പണിക്കാരുള്ള ഷോപ്പിൻ്റെ ഒരു ഹെഡ് വരെ ആയി. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം തോന്നി, നമുക്ക് സ്വന്തമായിട്ട് ഫർണിച്ചർ ഷോപ്പ് ചെയ്താണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ തേക്കിൻ്റെ ഐറ്റങ്ങൾ നമുക്ക് പല ദിക്കുന്നും ആളുകൾ വരുന്നുണ്ട്, ചെന്നൈ, കോയമ്പത്തൂർ. ഞാൻ വിചാരിച്ചതിന് ഫർണിച്ചർ മാത്രം ഇത്ര ദൂരെ നിന്ന് വന്നിരുന്നുള്ളൂ. ഇവിടെ കണ്ടപ്പോഴാണ് ഇവിടെ പല സ്ഥലത്തു നിന്ന് ആളുകളുണ്ട്. ഷോക്കായിരിക്കണം. എന്തായാലും അടിപൊളി സർവീസ് കേട്ടോ, ഒന്നും പറയില്ല, സൂപ്പർ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, സന്തോഷം.